പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ നാവെടുത്ത് എന്താണോ പറയുന്നത്, നമ്മുടെ ജീവിതത്തെ നോക്കി നാം എന്താണോ വാ എടുത്ത് പറയുന്നത്, അതത്രേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വചനം പറയുന്നു, വചനം സത്യമാകുന്നല്ലോ. ആ വചനം പറയുന്നു, നമ്മുടെ നാവെടുത്ത് നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന്. നാം ഒരു മലയോട് നോക്കി പറയുകയാണെങ്കിൽ ആ മല മാറിപ്പോകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം നാവെടുത്ത് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നാം നെഗറ്റീവ് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നാം സംസാരിക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനിടയാവും. പലരും നോക്കുന്നത് അവരവരുടെ സാഹചര്യങ്ങളെയാണ്. നാം അനുഗ്രഹിക്കപ്പെടും, നന്മ പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും എന്നൊക്കെ നാം നാവെടുത്ത് പറയുകയാണെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ, നാം ഉയർച്ച പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ മറിച്ച് നാം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായി വർദ്ധിക്കണമെന്ന്, നമുക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കണമെന്നൊക്കെ. പക്ഷേ നാം ചഞ്ചലിക്കും. പലതിനെ കൊണ്ട് നാം വിചാരപ്പെടും. എന്തൊക്കെയായിരിക്കും ഓരോരുത്തർക്കും ഉള്ള ചിന്ത? എനിക്ക് എങ്ങനെ സമ്പത്ത് കടന്നു വരും? എനിക്ക് നല്ലൊരു ഉപജീവന മാർഗമില്ല. അല്ലെങ്കിൽ സ്ത്രീകൾ ചിന്തിക്കും, ഭർത്താവ് എന്നെ സഹായിക്കുന്നില്ല, എനിക്കൊരു ജോലിയില്ല, എൻ്റെ കയ്യിൽ ഒരു രീതിയിലും സാമ്പത്തികം വരുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ സാമ്പത്തിക സ്ഥിതി എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരും? എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം ഒരിക്കലും ഭർത്താവിൻ്റെ സാമ്പത്തികത്തെ ആശ്രയിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ക്യാഷ് നൽകുമെന്ന് വിശ്വസിക്കും. നാം എൻ്റെ ദൈവം എനിക്ക് സാമ്പത്തിക വർധനവ് തരുമെന്ന് നാം വാഗൊണ്ട് ഏറ്റുപറയും. അപ്പോൾ ദൈവം നമുക്ക് സാമ്പത്തിക വഴികൾ നമ്മുടെ മുമ്പാകെ തുറന്നു തരുവാനിടയായിത്തീരും. ഞാനത് ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ മാസം എൻ്റെ കയ്യിൽ വന്ന വരുമാനത്തെ ഞാൻ അതിൽ നിന്ന് ദശാംശം മാറ്റാറുണ്ട്. പക്ഷേ ഈ മാസം എനിക്ക് ദശാംശം വയ്ക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ചിലവ് കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ദശാംശം കൊടുക്കുവാനായിട്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഞാൻ അത് എങ്ങനെ കൊടുക്കുമെന്ന്. ആ ദൈവത്തോട് ഞാൻ അത് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ മനസ്സിലാണ് പറഞ്ഞത്. മനസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ ദൈവം 2 വ്യക്തികളിലൂടെ ആ സാമ്പത്തികം എൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. എനിക്ക് പെട്ടെന്നൊരു വർക്ക് ലഭിക്കുവാനും ആ വർക്കിലൂടെ ആ ദശാംശത്തെ കൊടുക്കുവാനും ദൈവം കൃപ ചെയ്തു. അതുപോലെ ചിലപ്പോൾ എനിക്ക് ലോൺ അടയ്ക്കാനുണ്ടാവും. ആ ലോൺ അടയ്ക്കാൻ ചിലപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവത്തില്ല. പക്ഷേ ദൈവം ഏലിയാവിനെ കാക്കയെ അയച്ച് പോഷിപ്പിച്ചതുപോലെ ആരില്ലെങ്കിലും കൂടെ ഏതെങ്കിലും രീതിയിൽ എൻ്റെ കയ്യിൽ ദൈവം എത്തിച്ചു തരാറുണ്ട്. ഞാൻ ദൈവത്തോടാണ്, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, എനിക്ക് ഇന്നൊരാവശ്യമുണ്ട്, പക്ഷേ എൻ്റെ മുമ്പിൽ യാതൊരു വഴിയുമില്ല, അപ്പൻ അസാധ്യമായി ഒന്നുമില്ല, അപ്പൻ എനിക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അപ്പൻ എവിടെന്നെങ്കിലും എനിക്ക് നൽകിയേ മതിയാവൂ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയുമ്പോൾ ദൈവം എനിക്ക് പലപ്പോഴും നൽകി എന്നെ അനുഗ്രഹിച്ചത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. പല സമയവും സാമ്പത്തികം മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കുവാൻ ആഗ്രഹിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കും.
പക്ഷെ അത് കഴിക്കുവാനുള്ള ഫണ്ട് ചിലപ്പോൾ എൻ്റെ കയ്യിൽ കാണാറില്ല. പക്ഷേ ആ സാധനം 2 ദിവസത്തിനകത്ത് എൻ്റെ കരങ്ങളിൽ ആരെങ്കിലും വഴി ദൈവം കൊടുത്തു വിടാറുണ്ട്. അത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ഞാൻ കർത്താവിനോട് മാത്രമാണ് പറയുന്നത്, അപ്പോൾ എനിക്കിത് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ പൈസയില്ല. അങ്ങനെ ഞാൻ കർത്താവിനോട് പറയും. അപ്പോൾ കർത്താവ് എന്നെ സഹായിക്കാറുണ്ട്. നാം എപ്പോഴും ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. നമ്മുടെ കർത്താവിന് ഗുപ്തനിധികളാണ് കയ്യിലുള്ളത്. കർത്താവിൻ്റെ കരങ്ങളിൽ മറഞ്ഞിരിക്കുന്നതായ ഗുപ്തനിധികളുണ്ട്. ആ ഗുപ്തനിധികളാൽ നമ്മെ പോഷിപ്പിക്കുവാൻ ശക്തനാണ്. നാം മറ്റുള്ള മനുഷ്യരെ ആശ്രയിക്കാതെ കർത്താവിനോട് നാം പറയുകയാണെങ്കിൽ കർത്താവ് നമുക്ക് ആ ഗുപ്തനിധികളിൽ നിന്ന് എടുത്ത് പല വ്യക്തികളിലൂടെ നമ്മുടെ കരങ്ങളിൽ കൊണ്ടു തരുവാനിടയായിത്തീരും. നമ്മുടെ നാവെടുത്ത് നാം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുക. ഇപ്പോൾ ഇത് ഞാനൊരു സാമ്പത്തികത്തിൻ്റെയും ഫുഡിൻ്റെയും എക്സാമ്പിൾ പറഞ്ഞു. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുമെന്ന് നാം വിശ്വസിക്കണം. കർത്താവിനാൽ അസാധ്യമൊന്നുമില്ല. കർത്താവ് എനിക്ക് തരും എന്ന് നാം നാവ് കൊണ്ട് പറയണം. ആരെങ്കിലും ചോദിക്കുമ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, എന്തോ എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ ഇങ്ങനെ എങ്ങനെയൊന്നും പറയരുത്. ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് വാക്കുമാറാത്തവനാണ്, എൻ്റെ കർത്താവ് എനിക്ക് നൽകി അനുഗ്രഹിക്കുമെന്ന് പറയണം. ദൈവം ഓരോ ദിവസവും അത്ഭുതകരമായിട്ടാണ് എന്നെ വഴി നടത്താറ്. അത്ഭുതകരമായിട്ടാണ് ദൈവം വഴി നടത്തുന്നത്. ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എനിക്കെന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ചെയ്തു തരുമ്പോൾ ഞാൻ ഒത്തിരിയും പ്രാവശ്യം ദൈവത്തോട് നന്ദി പറയും. ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയതിന് നന്ദി നന്ദി നന്ദി, എനിക്കത് കൊടുക്കുവാൻ സാധിച്ചതിന് നന്ദി 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 എന്ന്. അങ്ങനെ നാം നന്ദിയുള്ളവരായിരിക്കണം, ദൈവസന്നിധി നന്ദിയുള്ളവരായിരിക്കണം. ആരെങ്കിലും ചോദിച്ചാലും നാം ദൈവം എനിക്ക് നൽകുമെന്ന് അവരോട് പറയുവാനുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉറപ്പ് ഇവിടെ സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉറപ്പോടെ ധൈര്യത്തോടെ സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം നമ്മുടെ നാവെടുത്ത് നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് നടക്കുമോ എന്തോ, എനിക്ക് ലഭിക്കുമോ എന്തോ, എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്തോ, ഇങ്ങനെ നാം പറയുകയാണെങ്കിൽ അത് എന്തോ തന്നെയാണ്. പക്ഷേ മറിച്ച് എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും, എൻ്റെ ദൈവത്താൽ എനിക്ക് കഴിയാത്തതായ ഒന്നും തന്നെ ഇല്ല, എനിക്ക് കഴിയും, ഞാൻ ആ കാര്യം നേടും, ഞാൻ സാമ്പത്തികമായി ഉയർന്നു വരും. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ചിലപ്പോൾ സാമ്പത്തികത്തിന് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും, നേർവിപരീതമായിരിക്കും. പക്ഷേ ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും, സാമ്പത്തികമായി വർദ്ധിപ്പിക്കും, സാമ്പത്തികമായി ഉയർത്തും എന്നൊക്കെ നാം വിശ്വസിക്കണം. അങ്ങനെ നാം വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ പലരും നമ്മെ നോക്കി പരിഹസിക്കും. കിടക്കുന്നത് എവിടെ, പക്ഷേ പറയുന്നത് എന്ത്? അവളുടെ മുമ്പേ അല്ലെങ്കിൽ അവൻ്റെ മുമ്പേ യാതൊരു സാഹചര്യവുമില്ല, പക്ഷേ അവൾ പറയുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കും, ചിലപ്പോൾ നിന്ദിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ നാം ഉറപ്പോടെ ആയിരുന്ന ദൈവം നമ്മെ മാനിക്കും, ഉയർത്തും, അനുഗ്രഹിക്കുമെന്നുള്ള ഉറപ്പ്, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ, ദൈവം മാനിക്കുവാൻ, ദൈവം ഉയർത്തുവാൻ ഒക്കെ ഇടയായിത്തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ആ നന്മകൾക്കെല്ലാം നന്ദിയുള്ളവരായിരിക്കുക. ദൈവം ചെയ്യുന്നതായ ചെറിയ കാര്യമാകട്ടെ
ആ ചെറിയ കാര്യത്തിലും നാം നന്ദിയുള്ളവരായിരിക്കണം. എല്ലാറ്റിനും നന്ദി പറയുന്ന വ്യക്തിയായിരിക്കണം. നാം നാവെടുത്ത് പോസിറ്റീവ് പറയുന്നവരായിരിക്കണം. ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ ഉയർത്തി, ദൈവം എൻ്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിച്ചു, ദൈവം നല്ല വാഹനത്തെ എനിക്ക് നൽകി. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 വീലർ പോലും ഉണ്ടാവത്തില്ല, ഒരു സൈക്കിൾ പോലും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് വാഹനത്തെ നൽകിയിരിക്കുന്നു, 4 വീലർ എനിക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുക. നാവെടുത്ത് പറയുക, ദൈവം നൽകി 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 എന്ന്. ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുവാനിടയായിത്തീരും. എൻ്റെ ലൈഫിലെ പല ആഗ്രഹങ്ങളും ദൈവം എനിക്ക് അങ്ങനെ നടത്തി തന്നിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ചെയ്യും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കാറുണ്ട്. എൻ്റെ ദൈവത്തെ കൊണ്ട് ഞാൻ ചെയ്യും, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ചെയ്യും എന്ന് ഞാൻ ഉറച്ച് മനസ്സിൽ പറയും, എപ്പോഴും ഉറച്ച് പറയും. പലരും എന്നെ നോക്കിയിട്ട് നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോൾ ഞാൻ പറയും, ഇല്ല, ദൈവം എനിക്ക് വച്ചിരിക്കുന്നത് വലുതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് പല ഉയർച്ചകളും അനുഗ്രഹങ്ങളും ഉള്ളത്, എനിക്ക് ദൈവം വച്ചിരിക്കുന്ന അത്രയും അനുഗ്രഹം അവരുടെ മേലില്ല. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് നേരത്തെ ലഭിച്ചത്. പക്ഷേ എൻ്റെ അനുഗ്രഹം നേടണമെങ്കിൽ, എൻ്റെ വലിയ അനുഗ്രഹം നേടണമെങ്കിൽ എനിക്ക് കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ, കണ്ണുനീരിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത് ദൈവം എനിക്ക് വച്ചിരിക്കുന്നത് വലുതായതുകൊണ്ടാണ്. ആ വലിയവ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് എന്നെ നോക്കി പറയുന്നവർ, ഇന്ന് എന്നെ താഴ്ത്തി കെട്ടിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നെ നോക്കി ആശ്ചര്യപ്പെടുവാനും കണ്ണു തള്ളി നിൽക്കുവാനും അത്ഭുതപ്പെടുവാനും ഇടയായിത്തീരും എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. പലരും സഹതാപത്തിൻ്റെ രീതിയിൽ എന്നോട് പലതും സംസാരിക്കുമ്പോൾ ഞാൻ ഈ മറുപടിയാണ് അവർക്ക് കൊടുക്കുന്നത്. എനിക്ക് ദൈവം വച്ചിരിക്കുന്നത് വലുതാണ്, അതിലെത്തുവാൻ സമയമെടുക്കും എന്നാണ് ഞാൻ പറയാറ്. ഞാനല്ലാതെ നെഗറ്റീവ് അവിടെ പറയില്ല. ദൈവം എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് തരും എന്ന് ഉറപ്പുള്ളവളാണ് ഞാൻ. ദൈവം എനിക്ക് എന്തെല്ലാം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്നും പല കാര്യങ്ങളും ദൈവം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ആ വലിയ കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ പല വഴികളിലൂടെയും സഞ്ചരിക്കേണ്ടി വരും, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും, ഇടുക്ക് വഴികളിലൂടെ കടന്നു പോകേണ്ടി വരും, വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, കണ്ണുനീരിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് സക്സസ്സിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നത്, ദൈവം നമുക്കായി വച്ചിരിക്കുന്നതിലേക്ക് നാം എത്തിച്ചേരുന്നത്. ദാവീദിനെ നോക്കുമ്പോൾ ദാവീദ് എന്തെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയി, വനാന്തരത്തിലൂടെ കടന്നുപോയി, സഹോദരങ്ങളുടെ മുമ്പേ ഒന്നിനും കൊള്ളാത്തവനായി അവൻ മാറി. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് പിന്നത്തേതിൽ ഇസ്രായേലിൻ്റെ രാജാവായി മാറിയത്. പക്ഷേ കുഞ്ഞിലേ കിട്ടിയ വാഗ്ദത്തമാണ്. അതുപോലെ എനിക്കും അനേകം വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടക്കാത്തത് കൊണ്ട് പലരും എന്നെ നോക്കി പരിഹസിക്കാറുണ്ട്, പലരും എന്നെ നോക്കി നിന്ദിക്കാറുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഓരോ അവസ്ഥകൾ കണ്ടിട്ട് പലരും പരിഹസിക്കാറുണ്ട്, പുച്ഛത്തോടെ നോക്കാറുണ്ട്. പല വ്യക്തികളും, അത് ചെറിയ വ്യക്തികളായാലും വലിയ വ്യക്തികളായാലും, പ്രായത്തിൽ കുറഞ്ഞവരായാലും പ്രായത്തിൽ കൂടിയവരായാലും എൻ്റെ സമപ്രായക്കാരായാലും ഒക്കെ നോക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാര്യം എന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാണ്, എന്നോട് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതാണ്. അതിന് തടസ്സമായി നിൽക്കുന്നത് ഏത് തന്നെ ആയാലും ദൈവം ടൈം ആവുമ്പോൾ
മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ആ വാഗ്ദത്തങ്ങൾ എത്തുവാൻ തടസ്സമായി നിൽക്കുന്ന എന്ത് തന്നെയായാലും ദൈവം അത് മാറ്റി ആ വഴികളെല്ലാം ഒരുക്കി എനിക്ക് സ്മൂത്താക്കി നൽകുന്ന വിശ്വസ്തനായ ദൈവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവളാണ്. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരുന്നത്, നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളും അതുപോലെ ആയിത്തീർന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും പലതും പ്രാപിക്കുവാൻ ഇടയായിത്തീരും. 2019 ഫെലിസ്ത്യൻ മൂടിയതായ കിണറാണ് എൻ്റെ ഫാഷൻ ഡിസൈൻ കോഴ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതായ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എന്നുള്ളത് 2019 ഒരു ഫെലിസ്ത്യൻ കാരണം, ആ ഫെലിസ്ത്യ കാരണം മൂടിയതായ കിണറാണ്. പക്ഷേ ഈ വർഷത്തെ വാഗ്ദത്തമാണ് ഫെലിസ്ത്യൻ മൂടിയതിനെ ദൈവം തുറന്നു തരുമെന്ന്. ഉപവാസം കഴിയുന്നതിന് ആ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ദൈവം ആ കിണർ തുറക്കുവാനുള്ള വഴി, സ്റ്റെപ്പ് എനിക്ക് വയ്ക്കുവാനുള്ള കൃപ ദൈവം നൽകി. ആ പ്രഖ്യാപനം കഴിഞ്ഞ സമയം തൊട്ട് അതിനുള്ള സാമ്പത്തിക സ്ഥിതികളെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. എവിടെ നിന്നൊക്കെ സാമ്പത്തികം വന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ദൈവം എനിക്ക് ഒരുക്കി തന്നു. അതിന് പണി ചെയ്യാനുള്ള ആൾക്കാരെ ദൈവം ഒരുക്കി തന്നു. സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തന്നു. ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ ആയിരുന്നപ്പോഴും ദൈവം വിശ്വസ്തരായ പണിക്കാരെ എനിക്ക് നൽകി. അവരുടെ അവിടെ എനിക്ക് അങ്ങനെ അധികം പോകേണ്ടി വന്നില്ല. അവരെന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ മാത്രം ഞാനൊന്ന് ചെന്ന് പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അങ്ങനെ ദൈവം വിശ്വസ്തരായ പണിക്കാരെ തന്നു. എനിക്ക് മനോഹരമായ ഒരു സ്ഥാപനം പണിയുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ദൈവം മാത്രമാണ് അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങിക്കാനുള്ളത്, അല്ലാതെ ഒരു മനുഷ്യനുമില്ല. എൻ്റെ പേഴ്സണലി ബന്ധമുള്ള ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ ദൈവമാണ് പലരിലൂടെയും എന്നെ ഹെൽപ്പ് ചെയ്തതും പലരിലൂടെയും ആ സാമ്പത്തികം എനിക്ക് ഒരുക്കി തന്നതും. പെട്ടെന്ന് തന്നെ 1-2 ലോൺ എനിക്ക് കിട്ടുകയും അങ്ങനെയൊക്കെ ദൈവം എനിക്ക് ഒരുക്കി. ഒരു ചിട്ടി ഞാൻ കെട്ടിയിരുന്നു, അതെനിക്ക് ലഭിച്ചു ഫെബ്രുവരിയിൽ. അങ്ങനെ ദൈവം എനിക്ക് സാമ്പത്തിക വഴികൾ ഒരുക്കി തന്നു. ദൈവമാണ് എനിക്ക് ആ സ്ഥാപനം തുടങ്ങുവാനായിട്ടുള്ള കൃപ ചെയ്തത്. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യാൻ തുടങ്ങി. ദൈവം എന്നോട് ഇടപെട്ടു, ഞാൻ ചെയ്യാൻ തുടങ്ങി. ദൈവം എന്നോട് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തപ്പോൾ ദൈവം തന്നെ എനിക്ക് വഴികൾ ഒരുക്കി തരുവാനിടയായി. അങ്ങനെ ഒരുക്കി തന്നാണ് ആ സ്ഥാപനം പണി കഴിപ്പിച്ചതും ഒക്കെ. ദൈവം ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം നാം ചെയ്യുമ്പോൾ പിശാച് പല രീതിയിലും തടസ്സം കൊണ്ടിടുവാൻ ശ്രമിക്കും. ഫെലിസ്ത്യൻ ചുമ്മാ ഇരിക്കുമോ? ഫെലിസ്ത്യൻ മൂടിയതായ ആ കിണർ നമ്മൾ തുറക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ തുറക്കുമ്പോൾ ആ ഫെലിസ്ത്യൻ ചുമ്മാ ഇരിക്കുമോ? ഒരിക്കലുമില്ല. വീണ്ടും അതിനെ മൂടുവാനായിട്ട് നോക്കും. നമുക്ക് ചില സമയം നമുക്ക് തടസ്സങ്ങൾ കൊണ്ടിടുമ്പോൾ നമ്മളെ മൈൻഡ് ഒരിക്കലും വിട്ടുപോകരുത്. നമ്മുടെ ഹൃദയത്തിൽ ഇതെന്തിന് നാം ചെയ്യുന്നു, എന്തിന് ഞാൻ പണിതു, എന്തിന് എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. അതിനാണ് പിശാച് തന്ത്രമിടുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു ചിന്ത വന്നാൽ നമ്മൾ അവിടെ തോക്കാൻ തുടങ്ങി എന്ന് വിശ്വസിക്കണം. തോക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ആ ചിന്തയെ കൈവിടണം, ആ ചിന്തയെ വെട്ടിമാറ്റണം. ദൈവമാണ് ഫെലിസ്ത്യൻ മൂടിയതായ ഈ കിണറിനെ തുറന്നു തന്നത്. ദൈവം തുറന്നു തന്നത് ദൈവം അനുഗ്രഹിക്കും, ദൈവം ഉയർത്തും, ദൈവം മാനിക്കും എന്നുള്ള വിശ്വാസവും ഉറപ്പും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം.
എപ്പോഴും ഫെലിസ്ത്യ ശക്തികൾ നമ്മെ തകർക്കുവാനായിട്ട്, നമ്മെ നശിപ്പിക്കുവാനായിട്ട് ഉന്നം വെച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ മുറുകെ പിടിക്കുക, കർത്താവിൽ ഉറയ്ക്കുക. കർത്താവ് നമ്മോട് പറഞ്ഞത് കർത്താവ് വിശ്വസ്തനാണ്, ചെയ്തു തരുന്നവനാണ്, വാക്ക് മാറാത്തവനാണ് എന്ന് നാം വാ കൊണ്ട് ഏറ്റു പറയണം. എൻ്റെ കർത്താവാണ് എനിക്കിത് നൽകിയത്, എൻ്റെ കർത്താവാണ് ഇതെനിക്ക് തുറന്നു തന്നത്, കർത്താവ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയും അതിനുള്ള കൃപയും അതിനുള്ള സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കി തരുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുകയും നാം പറയുകയും ചെയ്യണം. ഒരിക്കലും തളർന്നു പോകരുത്. പിശാച് തന്ത്രങ്ങൾ കൊണ്ടിടുമ്പോൾ ഒരിക്കലും നിങ്ങൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. തളർത്തുവാൻ പിശാച് തന്ത്രം മെനഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ദൈവമക്കളെ, നമുക്ക് കർത്താവിലുള്ള വിശ്വാസം നാം വിടാതെ നാം സൂക്ഷിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഉള്ളത്തെ കണ്ടിട്ട് നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നൊന്നായി ദൈവം നിറവേറ്റി തരുവാൻ, കർത്താവ് നിറവേറ്റി തരുവാൻ വിശ്വസ്തനത്രേ. കർത്താവ് നിറവേറ്റി തരും. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവ് നൽകുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് നടത്തിത്തരും. കർത്താവിൽ ഉറച്ചു വിശ്വസിക്കുക. നാവെടുത്ത് പറയുക, എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും. എൻ്റെ കർത്താവിനാൽ അസാധ്യം ഒന്നും തന്നെ ഇല്ല. എൻ്റെ കർത്താവാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് നൽകും, കർത്താവ് എനിക്ക് നൽകും. കർത്താവ് എന്നെ ഉയർത്തും, എന്നെ മാനിക്കും, എൻ്റെ നിന്ദയെ മാറ്റും, എൻ്റെ പരിഹാസത്തെ മാറ്റും എന്ന് നാം വാ കൊണ്ട് ഏറ്റു പറയണം. പിശാച് അവിടെ തോക്കുവാൻ തുടങ്ങും. നമുക്ക് പതർച്ച വന്നില്ല, തളർച്ച വന്നില്ല. നാം ഇന്നും ദൈവത്തിൽ, കർത്താവിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പിശാച് പിന്മാറുവാനിടയായിത്തീരും. പല വ്യക്തികളിലൂടെയും പിശാച് തന്ത്രം മെനയും. പല വ്യക്തികളിലൂടെയും നമ്മെ തകർക്കുവാനായിട്ട്, നമ്മെ പൂട്ടിക്കെട്ടുവാനായിട്ട് ഒക്കെ നോക്കും. പക്ഷേ അവിടെ ഒന്നും തോറ്റുപോകാതെ ദൈവമക്കളായ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും നെഗറ്റീവ് വേർഡ്സ് പറയരുത് ദൈവമക്കളെ. എപ്പോഴും നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരിക്കുമ്പോൾ ആ വിശ്വസ്തൻ്റെ മുന്നിൽ നമ്മൾ പോസിറ്റീവായി സംസാരിക്കുക, പോസിറ്റീവായിട്ട് പറയുക. നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമുക്ക് നന്മ പ്രാപിക്കുമെന്ന് നാം വിശ്വസിച്ചാൽ അത് നടക്കും. നാം ഉയർച്ച പ്രാപിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് നമുക്ക് നടക്കും. മറിച്ച് അയ്യോ അതെന്നെ കൊണ്ട് കഴിയുമോ, അത് എന്നെ കൊണ്ട് സാധിക്കുമോ, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ, ഞാൻ സാമ്പത്തികമുള്ള ഭവനത്തിലുള്ളതല്ലോ, എൻ്റെ ഭർത്താവ് എന്നെ സഹായിക്കില്ലല്ലോ, എൻ്റെ ഭർത്താവ് എനിക്കൊന്നും തരത്തില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കാതെ എൻ്റെ കർത്താവിനാൽ സകലതും എനിക്ക് കഴിയും, എൻ്റെ കർത്താവിനാൽ എനിക്ക് സകലതും കഴിയും, എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും, എൻ്റെ കർത്താവ് വഴി ഒരുക്കി തരും എന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ ദൈവമക്കളെ, ദൈവം നമുക്കായി തുറന്നു തരുന്ന വഴികൾ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ച രീതിയിലല്ല. ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ചെയ്യണമെന്ന്, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തെത്തുമെന്ന് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ദൈവം എന്നോട് ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ചെയ്തത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ ഉയർത്തി. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സ്ഥാപനത്തെ ദൈവം ഇനിയും ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്നും അനേകം കുട്ടികൾ അവിടെ പഠിക്കാൻ വരുമെന്നും അനേകം കുട്ടികൾ പഠിക്കാൻ വരുമെന്നും അതിനെ ഒരു പോളിടെക്നിക് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന ലെവലിലേക്ക് ദൈവം എത്തിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അപ്പൻ പറഞ്ഞിട്ടാണ്, എൻ്റെ കർത്താവ് എന്നോട് ഇടപെട്ടിട്ടാണ് ഞാൻ ചെയ്തത് എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കർത്താവ് പറഞ്ഞു ചെയ്താൽ ഒരിക്കലും തകർച്ചയിലേക്ക് കൊണ്ടുപോകത്തില്ല, ഉയർച്ചയിലേക്ക് ദൈവം കൊണ്ടുപോകും. അത്
തലമുറകൾക്ക് തന്നെ ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിൽ, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഓരോരുത്തരോടും പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവമക്കളെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുത്. ആ ഏതെങ്കിലും ദൈവമക്കളിലൂടെ, ദൈവദാസനിലൂടെയോ ദൈവദാസിയിലൂടെയോ നിങ്ങൾ പ്രവചന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവചനങ്ങളെ മുറുകെ പിടിക്കുക. കർത്താവ് അവരിലൂടെ പറഞ്ഞതാണ്, കർത്താവ് എന്നോട് പറഞ്ഞതാണ് എന്ന് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. മനുഷ്യരിൽ ഒരിക്കലും ആശ്രയം വയ്ക്കരുത്. മനുഷ്യർക്ക് ഒന്നും ചെയ്തു തരാൻ സാധിക്കത്തില്ല. നമ്മുടെ കൂടെ അന്ത്യം വരെയും ഒരു മനുഷ്യനും കൂടെ നിൽക്കത്തില്ല. നമ്മുടെ ഭർത്താവ് നിൽക്കത്തില്ല, ഭാര്യ നിൽക്കത്തില്ല, മക്കൾ നിൽക്കത്തില്ല, മാതാപിതാക്കൾ നിൽക്കത്തില്ല, സുഹൃത്തുക്കൾ നിൽക്കത്തില്ല, ആരും നിൽക്കത്തില്ല. പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരുവൻ മാത്രമാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവാണ്, പിതാവായ ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ആ കൂടെ ഇരിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിശ്ചയമായും ദൈവമക്കളെ, കർത്താവ് നിങ്ങളോട് പറഞ്ഞതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവമക്കളെ, നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ എന്ത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നാലും, ഒരു 10 രൂപയാകട്ടെ അല്ലെങ്കിൽ 5 രൂപയാകട്ടെ ദൈവം നമുക്ക് നൽകിയാൽ അതിന് നന്ദി പറയുക. അതിൽ നിന്ന് ദശാംശം മാറ്റിവെക്കുക. അങ്ങനെ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുക. ദശാംശം കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കുക. ദശാംശം കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.